നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് വൻ തീപിടുത്തം. കോഴിക്കോട് വെള്ളയിലെ ഗാന്ധി റോഡിലെ കാർ വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. സമീപത്തെ തെങ്ങുകളിലേക്കും തീ പടർന്നു. ഫയർഫോഴ്സ് എത്താൻ വൈകിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. രാവിലെ 10:30-യോടെയാണ് കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തമുണ്ടായത്. വാഹനങ്ങളുടെ പെയിൻറ്റിംഗ് നടക്കുന്ന സ്ഥലത്താണ് ആദ്യം തീപിടിച്ചത്. നാട്ടുകാരും ജീവനക്കാരും ചേർന്ന് കാറുകൾ തള്ളി പുറത്തേക്ക് മാറ്റി. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. അടുത്തുള്ള കെട്ടിടങ്ങളിലേക്കും മരങ്ങളിലേക്കും തീ പടരുന്ന സാഹചര്യമുണ്ടായി. തൊട്ടടുത്തുള്ള വെള്ളയിൽ ഫയർ സ്റ്റേഷനിൽ ഒരു യൂണിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ തീ പടരാൻ തുടങ്ങിയതോടെ കൂടുതൽ യൂണിറ്റ് എത്തിക്കേണ്ടി വന്നു. നിറയെ വീടുകളും മറ്റുമുള്ള സ്ഥലമാണിത്. മീൻചന്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 3 യൂണിറ്റുകൾ കൂടി സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 6 വർഷം മുമ്പ് മരിച്ചയാളുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തി. പരാതിയുമായി LDF. പത്തനംതിട്ട ആറന്മുളയിലും കള്ളവോട്ട് നടത്തിയെന്ന പരാതി. ആറന്മുളയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട് നടത്തിയെന്ന പരാതിയുമായി LDF ആണ് രംഗത്തെത്തിയത്. വാർഡ് മെമ്പറും BLOയും ഒത്തുകളിച്ചെന്ന് LDF ആരോപിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കാരിത്തോട്ട സ്വദേശി അന്നമ്മയുടെ പേരിൽ മരുമകൾ അന്നമ്മ വോട്ട് ചെയ്തെന്നാണ് പരാതി. 6 വർഷം മുമ്പ് അന്നമ്മ മരിച്ചതാണെന്നും LDF പരാതിയിൽ വ്യക്തമാക്കി. അതേസമയം ആരോപണത്തിൽ വിശദീകരണവുമായി BLO രംഗത്തെത്തി. തെറ്റുപറ്റിയെന്ന് BLO പറഞ്ഞു. കിടപ്പ് രോഗിയായ മരുമകൾ അന്നമ്മയ്ക്കാണ് വോട്ടിന് അപേക്ഷിച്ചത്. പക്ഷേ സീരിയൽ നമ്പർ മാറി എഴുതിപ്പോയെന്നും BLO പറഞ്ഞു. സീരിയൽ നമ്പർ മാറി എഴുതി തനിക്ക് തെറ്റുപറ്റിയെന്നും ശ്രദ്ധിച്ചില്ലെന്നും മരിച്ച അന്നമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ പലതവണ അപേക്ഷ നൽകിയതാണെന്നും BLO പറഞ്ഞു. മദ്യം ഉപയോഗിച്ച KSRTC ജീവനക്കാർക്കെതിരെ വീണ്ടും നടപടി. KSRTCയിൽ മദ്യപിച്ച് ജോലി ചെയ്ത ജീവനക്കാർക്കെതിരെ വീണ്ടും നടപടി. 97 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 40 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു. മദ്യപിച്ച് ഡ്യൂട്ടിക്ക് വന്നതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമാണ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ മാസം മദ്യപിച്ച് ജോലിക്കെത്തിയതിനെ തുടർന്ന് 100 ജീവനക്കാർക്കെതിരെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നടപടി സ്വീകരിച്ചിരുന്നു. 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും KSRTCയിലെ ബദൽ ജീവനക്കാരുമായ 26 പേരെ സർവീസിൽ നിന്നും നീക്കി. 2 ആഴ്ചയ്ക്കിടെ നടത്തിയ പരിശോധനയിലായിരുന്നു നടപടി. 49 ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങി. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത്. ഡ്യൂട്ടിക്കായി എത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടുള്ളൂവെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത്. വിവാഹ സംഘം സഞ്ചരിച്ച വാനും ട്രക്കും കൂട്ടിയിടിച്ചു. 9 മരണം. ട്രക്കും വാനും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 9 മരണം. പുലർച്ചെയായിരുന്നു സംഭവം. വിവാഹ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രാജസ്ഥാനിലെ ജൽവാർ ജില്ലയിലാണ് അപകടം ഉണ്ടായത്. മധ്യപ്രദേശിലെ കിജിൽച്ചിപ്പൂരിൽ നിന്നും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ കുടുംബം സഞ്ചരിച്ച വാനാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. 3 പേർ സംഭവസ്ഥലത്തും 6 പേർ ആശുപത്രിയിലുമാണ് മരിച്ചത്. പ്രാഥമിക അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ ആക്രമണം മനഃപൂർവ്വമെന്ന ആരോപണവുമായി BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. തൃശൂർ പൂരം നടത്തിപ്പിലുണ്ടായ വീഴ്ചയെ രൂക്ഷഭാഷയിൽ വിമർശിച്ചതിന് പിന്നാലെ പങ്കെടുത്ത യോഗത്തിലാണ് ആക്രമണമുണ്ടായത്. മനഃപൂർവ്വം തിരക്ക് സൃഷ്ടിച്ച് ആക്രമണം നടത്തുകയായിരുന്നെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. കുണ്ടറയിലെ ഒരു സ്വീകരണത്തിനിടയ്ക്ക് പെട്ടെന്ന് വലിയൊരു സംഘം ഉണ്ടായി തിക്കും തിരക്കുമായിരുന്നു. ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്ന് അറിയില്ല. കാരണം അതിന് തൊട്ടുമുമ്പുണ്ടായ വേദിയിൽ തൃശൂർ പൂരത്തിലെ വീഴ്ചയെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു. അത്ര ഗുരുതരമായിരുന്നു ആ വിഷയം. അത് കഴിഞ്ഞുള്ള യോഗത്തിലാണ് സംഭവം. യോഗത്തിനിടെ പെട്ടെന്ന് തിക്കും തിരക്കുമുണ്ടാക്കി കണ്ണിലേക്കൊരു സാധനം കുത്തി. അറിയാതെ കുത്തിയതാണെന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. എന്നാൽ അത് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതാണെന്ന് പിന്നീട് തോന്നുന്നു. ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോൾ കോർണിയയിൽ നിന്നും ചെറിയ കരട് കിട്ടി. ഹെമറേജ് പോലെയും വന്നിരിക്കുന്നു. സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, കൃഷ്ണകുമാർ പറഞ്ഞു.